ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു ജയനുമായി തെളിവെടുപ്പ് നടത്തി പോലീസ് മടങ്ങി. കൂട്ടക്കൊല നടത്തിയ വീട്ടിലും പ്രതിയുടെ വീട്ടിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന് ശേഷം ഋതുവിനെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, നാട്ടുകാരൊക്കെ എത്തുന്നതിന് മുൻപ് വളരെ പെട്ടെന്ന് തന്നെ അതിരാവിലെ ഋതുവിനെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അതുകൊണ്ട് നാട്ടുകാർക്കൊന്നും പ്രതിഷേധിച്ച് അങ്ങോട്ട് വരാൻ സാധിച്ചില്ല. പോലീസ് സമർത്ഥമായി ആ ഭാഗത്തെത്തി തെളിവെടുപ്പ് നടത്തി മടങ്ങി. ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു അല്ലേ രാവിലെ? അനിൽകുമാർ, അങ്ങനെ തന്നെയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് പോലീസ് ഋതു ജയനെയും കൊണ്ട് ഈ വീടുകളിലേക്ക് എത്തിച്ചത്. അതായത് കൊലപാതകം നടന്ന വീട്ടിലും അതോടൊപ്പം തന്നെ ഋതുവിൻ്റെ സ്വന്തം വീട്ടിലും പോലീസ് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. ഏതാണ്ട് 5 മിനിറ്റ് മാത്രമാണ് ഈ പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സാധാരണ നേരത്തെ ഈ പ്രതിയുടെ വീടിന് നേരെ അടക്കം ആക്രമണം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകാനും ഇത്തരത്തിൽ ആളുകളുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും രീതിയിലുള്ള കയ്യേറ്റ ശ്രമം ഉണ്ടാകാനും ഒക്കെ തന്നെ സാധ്യതയുണ്ട് എന്ന് പോലീസിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ ഏതാണ്ട് ഒരു 7:45 കൂടി തന്നെ ഈ പ്രതിയെ ഇവിടെ എത്തിച്ച് എത്രയും പെട്ടെന്ന് ആളുകൾ സംഘടിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ എത്രയും പെട്ടെന്ന് ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞത്. എന്തായാലും നാളെ ഈ ഋതു ജയനെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഏതാണ്ട് 5 ദിവസത്തെ കസ്റ്റഡിയാണ് ഋതുവിനെ പോലീസിന് ലഭിച്ചത്. എന്തായാലും കൂടുതലും ചോദ്യം ചെയ്യലായിരുന്നു. പ്രധാനമായും ഇയാൾ ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കുറ്റകൃത്യങ്ങൾ, ഇയാളുടെ ലഹരിയുമായി ബന്ധപ്പെട്ട ഇയാളുടെ വിഷയങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചറിയൽ പരേഡ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കി തെളിവെടുപ്പ് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അത് വലിയ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി പരിശോധിച്ച് ആളുകൾ പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ആ പോലീസുകാരൻ അത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം അല്ലേ അർജുൻ? ആയുധം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഈ ആയുധമൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായും പോലീസ് നോക്കിയത് ഈ ഋതുവിൻ്റെ വീട്ടിൽ നിന്നും ഈ മരിച്ച വേണുവിൻ്റെയും ഉഷയുടെയും വിനീഷയുടെയും ഒക്കെ തന്നെ വീട്ടിലേക്ക് ഋതു വന്നതെങ്ങനെയാണ്, അതിനുശേഷം ഈ കൃത്യം നടത്തിയത് എങ്ങനെയാണ്, അവരുമായി അവിടെ നിന്നുണ്ടായ വാക്കേറ്റം എന്താണ്, ജിതിനെ ഏത് തരത്തിലാണ് ആക്രമിച്ചത്, അത് അത്തരത്തിൽ ഒന്ന് പോലീസിന് മുമ്പാകെ ഒന്ന് വീണ്ടും പോലീസ് ഋതുവിനെ കൊണ്ട് അത് വീണ്ടും ആ കുറ്റകൃത്യത്തിൻ്റെ ഒരു മാതൃക അവിടെ കാണിച്ച് അത് ദൃശ്യങ്ങളടക്കം പോലീസ് എടുക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളടക്കം ഇനിയിപ്പോൾ കുറ്റപത്രത്തിനൊപ്പം ചേർക്കേണ്ടതുണ്ട്. മാത്രമല്ല 1.5 മാസത്തിനകം തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകുക എന്നുള്ളതാണ് പോലീസിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിലൊരു നടപടിക്രമങ്ങളുടെ ഭാഗമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. CCTV ദൃശ്യങ്ങൾ അടക്കം നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ കൃത്യമായ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകളൊക്കെ തന്നെ പോലീസിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു തെളിവെടുപ്പ് അതാണ് ഇന്ന് നടന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ തന്നെ ഈ തെളിവെടുപ്പ് നടക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആളുകൾ സംഘടിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ജാഗ്രതയിലായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്താതെ അവസാന ദിവസമായ ഇന്ന് അതിരാവിലെ ഏതാണ്ട് ഒരു 7:45 കൂടി അപ്രതീക്ഷിതമായി സ്ഥലത്തേക്ക് എത്തുകയും ആളുകൾ സംഘടിക്കുന്നതിന് മുൻപ് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഋതുവിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഇന്നും ബാക്കി ചോദ്യം ചെയ്യലായിരിക്കും. അതിനുശേഷം നാളെ ഉച്ചയോടുകൂടി ഋതു ജയനെ പറവൂർ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം 1.5 മാസത്തിനകം തന്നെ ഈ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എത്രയും ഋതുവിന്റെ വീട്ടിൽ ഋതുവിന്റെ പേരൻസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ബന്ധുക്കളാരും ഇല്ലല്ലോ? അരുൺകുമാർ, തൊട്ടടുത്ത് തന്നെയാണ് ഈ ആക്രമണം നടന്ന വീടിന് നേരെ എതിർവശത്ത് തന്നെയാണ് ഋതുവിൻ്റെ വീട്. ആ വീട്ടിൽ ഇപ്പോൾ ആരും താമസമില്ല. അവർ ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഋതുവിൻ്റെ അടുത്ത ബന്ധുക്കളടക്കം ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറിയിരുന്നു. ഇപ്പോൾ ഈ കാണാം, ഈ നാട്ടുകാർ അന്ന് ഇത്തരത്തിൽ വലിയ രോഷാകുലരായ നാട്ടുകാർ രാത്രി എത്തി തകർത്ത വീടിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അതൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുകയാണ്. ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരാറില്ല. പ്രത്യേകിച്ച് ഈ അയൽവാസികളൊക്കെ തന്നെ ഫേസ് ചെയ്യാൻ പോലും ഈ പറയുന്ന അടുത്ത ബന്ധുക്കൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. സ്വാഭാവികമായും അവരൊന്നും തന്നെ ഇവിടെ ഇല്ല, ഇനി മറ്റൊരു സ്ഥലത്താണ് അവർ താമസിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഒരു രോഷത്തിലാണ്. അതെ, ഒരാൾ വരുത്തിവെച്ച ഒരു രോഷം കാരണം ആ അമ്മയ്ക്കും സഹോദരിക്കും അവിടെ താമസിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. ഓക്കെ, താങ്ക് യു അർജുൻ. ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. തെളിവെടുപ്പ് അല്പസമയം മുമ്പാണ് നടന്നത്. ആളുകൾ സംഘടിച്ചെത്തുന്നതിന് മുമ്പ് തന്നെ പോലീസിനെ സംഭവസ്ഥലത്ത് എത്തിച്ച് ഋതുവിനെ കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും എങ്ങനെയാണ് താൻ കൊലപ്പെടുത്തിയത് എന്നത് പുനരാവിഷ്കരിക്കാനും അത് റെക്കോർഡ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കോടതിയിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ്.